ഹലോ ഫാമിലി, വെൽക്കം ആൻഡ് വെൽക്കം ബാക്ക് ടു ബീൻ മിസ് ലൈഫ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞാൻ ഇന്ന് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. കാരണം നിങ്ങൾക്ക് തമ്പനയിൽ മനസ്സിലായിട്ടുണ്ടാവല്ലോ, നമ്മുടെ കോട്ടയത്തും വിശാൽ മാർട്ട് എത്തിയിട്ടുണ്ട്. വിശാൽ മാർട്ടിലെ ഷോപ്പിംഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് എൻ്റെ വീഡിയോസ് കാണുന്നവർക്കറിയാം. ഞാൻ പല വിശാൽ മാർട്ടിലും, നമ്മുടെ ആലപ്പുഴയിലെ വിശാൽ മാർട്ടില്, എറണാകുളത്തെ വിശാൽ മാർട്ടിലൊക്കെ പോയിട്ടുള്ളതിന്റെ വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട് മുമ്പ്. എന്റെ കസിൻസ് ആണെങ്കിൽ എന്നെ വിശാൽ മാർട്ടിന്റെ അംബാസഡർ എന്നാണ് വിളിക്കുന്നത്. കാരണം ഞാൻ അവരെയൊക്കെ കൊണ്ട് പല വിശാൽ മാർട്ടിലും പോയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്കറിയാമല്ലോ എനിക്ക് വിശാൽ മാർട്ടിനോട് എത്രമാത്രം ഇഷ്ടമുണ്ടെന്ന്. അപ്പൊ നമ്മുടെ കോട്ടയത്ത് വന്നപ്പോൾ ഞാൻ ഒത്തിരി ഹാപ്പിയാണ്. കോട്ടയത്തെ വിശാൽ മാർട്ട് 3 നിലകളിലായിട്ടാണ് ഉള്ളത്. ഗ്രൗണ്ട് ഫ്ലോറിൽ ലേഡീസിന്റെയും കിഡ്സിന്റെയും ഡ്രസ്സിന്റെ സെക്ഷൻ ആണുള്ളത്. ഡ്രസ്സൊക്കെ നോക്കിക്കൊണ്ടപ്പോൾ ഈ ഒരു ടോപ്പ് എനിക്ക് ഇഷ്ടപ്പെട്ടുണ്ടായിരുന്നു. ലാർജ് സൈസ് ആണ്. ട്രൈ ചെയ്തപ്പോഴത്തേന് കുറച്ച് ടൈറ്റ് ആയിരുന്നു. പക്ഷെ അതിന്റെ വലിയ സൈസുകൾ അവിടെ അവൈലബിൾ അല്ലായിരുന്നു. ആലപ്പുഴയിലും എറണാകുളത്തും ഒക്കെ പോയ ഒരു അനുഭവം വെച്ച് പറയാം, നമ്മുടെ കോട്ടയത്ത് മാത്രമാണ് ഇങ്ങനെ അളിച്ചു വാരി ഇടുക എന്ന് പറയില്ലേ, അങ്ങനെ ചെയ്തു വെച്ചിരിക്കുന്നത്. ബാക്കി എല്ലാ സ്ഥലത്തും കളറും സൈസും അനുസരിച്ച് അടുക്കി നീറ്റ് ആയിട്ടാണ് വെച്ചിട്ടുണ്ടാവുക. നമുക്ക് ആവശ്യമുള്ള സൈസ് നമുക്ക് നോക്കിയെടുക്കാൻ എളുപ്പമുണ്ട്. ഇവിടെ കളറും നോക്കാൻ പറ്റുന്നില്ല, സൈസും നോക്കാൻ പറ്റുന്നില്ല, ഒന്നും നോക്കാൻ പറ്റുന്നില്ല. ഇതിനു മുമ്പ് സ്റ്റുഡിയോയുടെ ഒരു വീഡിയോ ചെയ്തപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളെ കോട്ടയത്തെ സ്റ്റുഡിയോയിൽ മാത്രം എല്ലാം ഇങ്ങനെ വലിച്ചു വാരിയിട്ടുണ്ടാവും. വേറെ എവിടുത്തെ സ്റ്റുഡിയോയിൽ പോയിട്ടുണ്ടെങ്കിലും അതെല്ലാം നല്ല നീറ്റ് ആയിട്ട് അടുക്കി വെച്ചിട്ടുണ്ടാവും. ശരിക്കും അവിടുത്തെ സ്റ്റാഫിന്റെ മാത്രം കുഴപ്പമില്ല, നമ്മൾ കസ്റ്റമേഴ്സിന്റെയും കുഴപ്പം അതിനകത്തുണ്ട്. അതൊക്കെ പോട്ടെ, നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് തിരിച്ചു വരാം. അപ്പം വിശാൽ മാർട്ടിന്റെ താഴത്തെ ഫ്ലോറിൽ ലേഡീസിനും കിഡ്സിനുമുള്ള നല്ല ഒത്തിരി കളക്ഷൻസ് ഉണ്ട്. അപ്പൊ എനിക്ക് ഇവിടെ നിന്നിട്ട് മേളിൽ എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷ കാരണം ഞാൻ ഇവിടുത്തെ മുഴുവൻ നോക്കാതെ മേളിലേക്ക് പോയിട്ടുണ്ട്. ഫസ്റ്റ് ഫ്ലോറിൽ ജെൻസിന്റെ കളക്ഷൻസ് ആണ്. അവിടെയും നല്ല അടിപൊളിയായിട്ടുള്ള കളക്ഷൻസ് ഉണ്ട്. പിന്നെ ഞാൻ നോക്കിയിട്ട് ഇവിടെ എനിക്ക് ഇത്തിരി ഒരു കുഴപ്പം തോന്നിയത്, മറ്റുള്ള സ്ഥലങ്ങളിൽ നമ്മുടെ ബെഡ്ഷീറ്റ് ആയാലും കർട്ടൻസ്, ചവിട്ടി, ഫ്ലോർ മാറ്റ്സ് ഇല്ലേ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒരുപാടുണ്ട്. പക്ഷെ ഇവിടെ വന്നപ്പോഴേക്കും അത് കുറവായിരുന്നു. ഞാൻ വിശാൽ മാർട്ടിൽ നിന്ന് യൂഷ്വലി ഡ്രസ്സസിനേക്കാൾ കൂടുതൽ വീട്ടിലേക്ക് ആവശ്യത്തിനുള്ള മറ്റുള്ള സാധനങ്ങളാണ് വാങ്ങിക്കാറുള്ളത്. ഫ്ലോർ മാറ്റ്സ്, കർട്ടൻസ്, അങ്ങനത്തെ സാധനങ്ങൾ വാങ്ങിക്കാറുണ്ട്. ബെഡ്ഷീറ്റ്സ് വാങ്ങിക്കാറുണ്ട്. പിന്നെ കിച്ചണിലേക്ക് ആവശ്യമുള്ള കപ്സ്, പ്ലേറ്റ്സ്, പിന്നെ കണ്ടെയ്നേഴ്സ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ഞാൻ കൂടുതലായിട്ട് ഇവിടുന്ന് വാങ്ങിക്കാറുള്ളത്. കണ്ടില്ലേ, 187 രൂപയ്ക്കും 93 രൂപയ്ക്കും ഒക്കെ കപ്പിന്റെ 6 സെറ്റ് ഒക്കെ, നല്ല അടിപൊളി സെറ്റ് ഒക്കെ ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള ഓൾമോസ്റ്റ് സാധനങ്ങൾ ഇവിടെ അവൈലബിൾ ആണ്. ഗ്രോസറി ആയിട്ടും കുക്ക് വെയർസ് ആയിട്ടും മറ്റുള്ള ഓരോരോ ഹോം ഡെക്കോർ ആയിട്ടും ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളതെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഹോം ഡെക്കോർ സാധനങ്ങളാണ്. കാരണം ഒത്തിരി വിലയില്ലാതെ തന്നെ നല്ല നല്ല ഐറ്റംസ് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. 99 റുപ്പീസിന്റെ കുറെ കളക്ഷൻസ് ഇവിടെ ഉണ്ട്. കിച്ചണിലെ കണ്ടെയ്നേഴ്സിൽ മാത്രമല്ല ഡ്രസ്സസിലും ഉണ്ട്. അപ്പൊ നമുക്ക് കിച്ചൺ കണ്ടെയ്നേഴ്സിലെ 99 റുപ്പീസിന്റെ കുറച്ച് സാധനങ്ങൾ ഒന്ന് കണ്ടു നോക്കാം. ഇവിടുത്തെ സാധനങ്ങളെ നോക്കുവാണെങ്കിൽ 19 രൂപ മുതൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പൊ നമുക്ക് കുറെ സാധനങ്ങൾ ഒന്ന് കണ്ടിട്ട് വരാം.
ഒരു വീഡിയോയിൽ ആലപ്പുഴയിലെ വിശാൽ മാർട്ടിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ഇതുപോലത്തെ പജാമ സെറ്റ്സ് കാണിച്ചിട്ടുണ്ടായിരുന്നു. 109 രൂപയാണ് ഈ പാൻസിന്റെ റേറ്റ്. എന്നിട്ട് ഈ പാന്റിന് ചേരുന്ന ഒരു ടീഷർട്ട് കൂടി എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല അഫോർഡബിൾ റേറ്റിൽ വീട്ടിലിടാനുള്ള ഒരു ഡ്രസ്സ് സെറ്റ് ആവും. 79 റുപ്പീസ് മുതൽ ഇവിടെ ടീഷർട്സിന്റെ കളക്ഷൻസ് ഉണ്ട്. ബില്ലിംഗ് സെക്ഷനിലൊക്കെ സാമാന്യം നല്ല തിരക്കുണ്ട്. ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുവാണ്. ഇതിന്റെ ഫ്രണ്ടിൽ തന്നെ 2 വീലേഴ്സിനുള്ള പാർക്കിംഗ് ഉണ്ട്. പിന്നെ അതിന്റെ റൈറ്റ് സൈഡിലൂടെ താഴേക്ക് 4 വീലേഴ്സിനുള്ള പാർക്കിംഗ് ഏരിയയും കൂടി ഉണ്ട്. പിന്നെ കുറെ വണ്ടികൾ വഴി സൈഡിലൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്. കോട്ടയത്തെ ഈ വിശാൽ മാർട്ട് വരുന്നത് കോട്ടയം കുമരകം റോഡിലുള്ള ചാലുകുന്ന് എന്ന സ്ഥലത്ത് MRF ടയേഴ്സിന്റെ ഓപ്പോസിറ്റിലായിട്ടാണ്. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് പിടിച്ചത് സപ്പോർട്ട് ചെയ്തേക്കണം. നമുക്കൊരു പുതിയ വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.